ആരോഗ്യത്തിന്റെ കാര്യത്തിൽ പ്രകൃതി നമുക്ക് നൽകിയിട്ടുള്ള സമ്മാനങ്ങൾ ചെറുതല്ല. അത്തരത്തിൽ ഒരു ചെറിയ എന്നാൽ അതിശക്തമായ ഒരു വസ്തുവാണ് നമ്മുടെയെല്ലാം അടുക്കളകളിൽ സുഗന്ധം പരത്തുന്ന ഗ്രാമ്പൂ. ഒരുപക്ഷേ ബിരിയാണിയുടെ രുചി കൂട്ടാൻ മാത്രം നമ്മൾ ഉപയോഗിക്കുന്ന ഈ കൊച്ചു സുഗന്ധവ്യഞ്ജനത്തിന് നമ്മുടെ ആരോഗ്യത്തിൽ എത്രത്തോളം അത്ഭുതങ്ങൾ സൃഷ്ടിക്കാൻ കഴിയുമെന്ന് നിങ്ങൾക്കറിയാമോ? ഈ വീഡിയോ ഗ്രാമ്പുവിന്റെ ആരോഗ്യപരമായ ഗുണങ്ങളെക്കുറിച്ചാണ്. പ്രത്യേകിച്ചും സ്ത്രീകളുടെ ആരോഗ്യത്തിൽ ഇത് എങ്ങനെ ഒരു പ്രധാന പങ്ക് വഹിക്കുന്നുവെന്നും ഗ്രാമ്പു ഉപയോഗിച്ച് ആവി പിടിക്കുമ്പോൾ ഉണ്ടാകുന്ന അത്ഭുതകരമായ ഗുണങ്ങൾ എന്തൊക്കെയാണെന്നും നമുക്കിവിടെ വിശദമായി പരിശോധിക്കാം. ഗ്രാമ്പുവിന്റെ ജന്മദേശം ഇന്തോനേഷ്യയിലെ മോളുക്കാസ് ദ്വീപുകളാണെന്ന് കരുതപ്പെടുന്നു. അവിടെ നിന്ന് ലോകത്തിന്റെ പല ഭാഗങ്ങളിലേക്കും ഇത് വ്യാപിക്കുകയായിരുന്നു. പുരാതന റോമിലും ചൈനയിലുമൊക്കെ ഗ്രാമ്പു സുഗന്ധദ്രവ്യമായും മരുന്നായും ഉപയോഗിച്ചിരുന്നു. ഇന്ത്യയിൽ പ്രാചീനകാലം മുതൽക്കുതന്നെ ആയുർവേദ ചികിത്സകളിൽ ഇത് ഒരു പ്രധാന ഘടകമാണ്. ഗ്രാമ്പു വെറുമൊരു മസാല മാത്രമല്ല, ആരോഗ്യത്തിന്റെ ഒരു പവർ ഹൗസ് കൂടിയാണ്. ആദ്യം ഗ്രാമ്പുവിന്റെ പൊതുവായ ഗുണങ്ങളെക്കുറിച്ച് വേഗത്തിലൊന്ന് പരിശോധിക്കാം. ഗ്രാമ്പുവിൽ പ്രധാനമായും അടങ്ങിയിട്ടുള്ള ഘടകമാണ് ആന്റി ഓക്സിഡന്റുകൾ. നമ്മുടെ ശരീരത്തിലെ കോശങ്ങൾക്ക് കേടുപാടുകൾ വരുത്തുന്ന ഫ്രീ റാഡിക്കലുകളെ ചെറുക്കാൻ ഇത് സഹായിക്കുന്നു. ഒരു കപ്പ് ബ്ലൂബെറിയിൽ കാണുന്നതിനേക്കാൾ കൂടുതൽ ആന്റി ഓക്സിഡന്റുകൾ ഒരു ടീസ്പൂൺ ഗ്രാമ്പു പൊടിയിൽ ഉണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? എന്നാൽ സത്യമാണ്, അത്രയ്ക്കുണ്ട് ഇതിന്റെ ശക്തി. ഗ്രാമ്പു പതിവായി കഴിക്കുന്നത് ദഹന പ്രശ്നങ്ങളെ തടയാൻ സഹായിക്കും. ഇത് ദഹന എൻസൈമുകളുടെ ഉൽപ്പാദനം വർദ്ധിപ്പിക്കുന്നു. വയറുവേദന, ഗ്യാസ്, അസിഡിറ്റി തുടങ്ങിയ പ്രശ്നങ്ങളിൽ നിന്ന് ആശ്വാസം നൽകുന്നു. ഭക്ഷണം കഴിച്ച ശേഷം ഒരു ചെറിയ കഷണം ഗ്രാമ്പു വായിലിട്ട് ചവയ്ക്കുന്നത് ഒരു നല്ല ശീലമാണ്. ഗ്രാമ്പുവിൽ അടങ്ങിയിട്ടുള്ള യൂജിനോൾ എന്ന ഘടകം ശരീരത്തിലെ പ്രതിരോധ സംവിധാനത്തെ ശക്തിപ്പെടുത്തുന്നു. ജലദോഷം, പനി തുടങ്ങിയ രോഗങ്ങളിൽ നിന്ന് നമ്മളെ സംരക്ഷിക്കാൻ ഇത് സഹായിക്കുന്നു. പണ്ടുകാലം മുതൽക്കേ ആളുകൾ വായ്നാറ്റം അകറ്റാൻ ഗ്രാമ്പു ഉപയോഗിച്ചിരുന്നു. ഇതിന്റെ അണുനാശിനി ഗുണങ്ങൾ ബാക്ടീരിയകളെ നശിപ്പിക്കാനും പല്ലുവേദന കുറയ്ക്കാനും സഹായിക്കുന്നു. പല ടൂത്ത് പേസ്റ്റുകളിലും മൗത്ത് വാഷുകളിലും ഗ്രാമ്പു ഒരു പ്രധാന ചേരുവയാകുന്നതിന്റെ കാരണം ഇതാണ്. പ്രമേഹമുള്ള ആളുകൾക്ക് ഗ്രാമ്പു ഒരു നല്ല സുഹൃത്താണ്. ഇത് ശരീരത്തിലെ ഇൻസുലിൻ ഉൽപ്പാദനം മെച്ചപ്പെടുത്തുകയും രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് നിയന്ത്രിക്കാൻ സഹായിക്കുകയും ചെയ്യും. ഇനി സ്ത്രീകൾക്ക് ഗ്രാമ്പു നൽകുന്ന പ്രത്യേക ഗുണങ്ങൾ എന്തൊക്കെയാണ് എന്ന് നോക്കാം. സ്ത്രീകളുടെ ആരോഗ്യത്തിന്റെ കാര്യത്തിൽ ഗ്രാമ്പു ഒരു സൂപ്പർ ഹീറോയെ പോലെയാണ് പ്രവർത്തിക്കുന്നത്. ചില പഠനങ്ങളിൽ ഗ്രാമ്പുവിന് ഹോർമോൺ സംബന്ധമായ ചില പ്രശ്നങ്ങളെ ലഘൂകരിക്കാൻ സാധിക്കുമെന്നും അത് പ്രത്യുൽപാദന ആരോഗ്യത്തിന് ഗുണം ചെയ്യുമെന്നും കണ്ടെത്തിയിട്ടുണ്ട്. PCOS അഥവാ പോളിസിസ്റ്റിക് ഓവറി സിൻഡ്രോം ഉള്ള സ്ത്രീകളിൽ ടെസ്റ്റോസ്റ്റിറോൺ പോലുള്ള ഹോർമോണുകളുടെ അളവ് കൂടുതലായി കാണാറുണ്ട്. ഗ്രാമ്പുവിന്റെ ഉപയോഗം ഈ ഹോർമോണുകളുടെ അളവ് കുറയ്ക്കാൻ സഹായിക്കുമെന്ന് ചില പഠനങ്ങൾ സൂചിപ്പിക്കുന്നു. കൂടാതെ PCOS ഉള്ളവരിൽ സാധാരണയായി കാണുന്ന ഇൻസുലിൻ പ്രതിരോധം മെച്ചപ്പെടുത്താനും ഗ്രാമ്പുവിന് സാധിക്കും. പല സ്ത്രീകൾക്കും ആർത്തവ സമയത്ത് കഠിനമായ വയറുവേദന ഉണ്ടാകാറുണ്ട്. ഗ്രാമ്പുവിൽ അടങ്ങിയിട്ടുള്ള യൂജിനോൾ ഒരു വേദന സംഹാരിയായി പ്രവർത്തിക്കുന്നു. ഈ സമയത്ത് ഗ്രാമ്പു ഇട്ട് തിളപ്പിച്ച വെള്ളം കുടിക്കുന്നത് ആശ്വാസം നൽകും. ഇത് പേശികളെ അയവുള്ളതാക്കി വേദന കുറയ്ക്കാൻ സഹായിക്കുന്നു. ആർത്തവ ചക്രം ക്രമപ്പെടുത്താനും ഇത് സഹായകമാകും. ഹോർമോൺ മാറ്റങ്ങൾ കാരണം സ്ത്രീകളിൽ എല്ലുകളുടെ ബലക്കുറവ് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഗ്രാമ്പുവിൽ ധാരാളമായി അടങ്ങിയിട്ടുള്ള മാംഗനീസ് എന്ന ധാതു എല്ലുകളുടെ ആരോഗ്യത്തിനും ഹോർമോണുകൾ ഉൽപ്പാദിപ്പിക്കുന്നതിനും ആവശ്യമാണ്. സ്ത്രീകളിൽ വിളർച്ച വളരെ സാധാരണമാണ്. വിളർച്ച എന്നത് ശരീരത്തിൽ ആവശ്യത്തിന് ചുവന്ന രക്താണുക്കൾ ഇല്ലാത്ത അവസ്ഥയാണ്. ഇത് പലപ്പോഴും ഇരുമ്പിന്റെ കുറവ് മൂലമാണ് ഉണ്ടാവുന്നത്. ഗ്രാമ്പുവിൽ ഇരുമ്പ്, മാംഗനീസ് തുടങ്ങിയ ധാതുക്കൾ അടങ്ങിയിട്ടുണ്ട്. ഇത് രക്തത്തിലെ ഹീമോഗ്ലോബിന്റെ അളവ് വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്നു. ഗ്രാമ്പുവിന് ശക്തമായ ആന്റി ഫംഗൽ, ആന്റി ബാക്ടീരിയൽ ഗുണങ്ങളുണ്ട്. ഇത് സ്ത്രീകളുടെ ആരോഗ്യത്തിന് പലതരത്തിൽ പ്രയോജനകരമാണ്. ഗ്രാമ്പുവിൽ പ്രധാനമായും അടങ്ങിയിട്ടുള്ള യൂജനോൾ എന്ന സംയുക്തത്തിന് ശക്തമായ ആന്റി ഫംഗൽ, ആന്റി ബാക്ടീരിയൽ ഗുണങ്ങളുണ്ട്. ഇത് കാൻഡിഡ ആൽബിക്കൻസ് പോലുള്ള ഫംഗസുകൾ മൂലമുണ്ടാകുന്ന യോനിയിലെ ഈസ്റ്റ് അണുബാധകൾക്ക് എതിരെ ഫലപ്രദമാണെന്ന് ചില പഠനങ്ങൾ സൂചിപ്പിക്കുന്നു. ഈ ഫംഗസ് അണുബാധകൾ സാധാരണയായി ചൊറിച്ചിൽ, അസ്വസ്ഥത, അസാധാരണമായ ഡിസ്ചാർജ് എന്നിവയ്ക്ക് കാരണമാകാറുണ്ട്. ഗ്രാമ്പുവിന്റെ ആന്റി മൈക്രോബയൽ ഗുണങ്ങൾ യോനിയിലെ ആരോഗ്യകരമായ ബാക്ടീരിയകളെ സംരക്ഷിച്ചുകൊണ്ട് ദോഷകരമായ സൂക്ഷ്മാണുക്കളെ ചെറുക്കാൻ സഹായിച്ചേക്കാം. എന്നാൽ ഇത് ഒരു ചികിത്സയല്ല, മറിച്ച് പ്രതിരോധ മാർഗം മാത്രമാണ്. സ്ത്രീകളിലെ പ്രത്യുൽപാദന വ്യവസ്ഥയിലെ അണുബാധകൾ തടയുന്നതിൽ ഗ്രാമ്പുവിന്റെ ആന്റി മൈക്രോബയൽ ഗുണങ്ങൾ ഒരു പ്രധാന പങ്ക് വഹിക്കുന്നു. ഇത് രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാനും അണുബാധകൾക്കെതിരെ പോരാടാനും ശരീരത്തെ സഹായിക്കുന്നു. സ്ത്രീകളിലെ ചർമ്മ സംരക്ഷണത്തിനും ഗ്രാമ്പുവിന് പ്രധാന പങ്കുവഹിക്കാൻ സാധിക്കും.
മുഖക്കുരു, ചർമ്മത്തിലെ മറ്റ് അണുബാധകൾ എന്നിവയ്ക്ക് കാരണമാകുന്ന ബാക്ടീരിയകളെയും ഫംഗസുകളെയും ഗ്രാമ്പുവിന് ചെറുക്കാൻ കഴിയും. അതിനാൽ ചർമ്മ സംരക്ഷണ ഉൽപ്പന്നങ്ങളിൽ ഗ്രാമ്പു ഉപയോഗിക്കാറുണ്ട്. എങ്കിലും ഗ്രാമ്പുവിനെ ഒരു ചികിത്സാ രീതിയായി ഉപയോഗിക്കുന്നതിന് മുൻപ് ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. ഗ്രാമ്പു ഓയിൽ അഥവാ ക്ലോവ് ഓയിൽ നേരിട്ട് ചർമ്മത്തിൽ ഉപയോഗിക്കുന്നത് ചിലപ്പോൾ അസ്വസ്ഥതകളോ പൊള്ളലോ ഉണ്ടാക്കിയേക്കാം. അതിനാൽ ഇത് ഒരു കാരിയർ ഓയിൽ അഥവാ വെളിച്ചെണ്ണയോ മറ്റോ ഉപയോഗിച്ച് നേർപ്പിക്കേണ്ടത് അത്യാവശ്യമാണ്. ഗ്രാമ്പു ഉപയോഗിച്ചുള്ള ആവി പിടിക്കൽ. ഗ്രാമ്പു കഴിക്കുന്നത് മാത്രമല്ല, ആവി പിടിക്കുന്നതും സ്ത്രീകൾക്ക് വലിയ ഗുണങ്ങൾ നൽകുന്നുണ്ട്. ഇത് ഒരു പരമ്പരാഗത ചികിത്സാ രീതിയായി കണക്കാക്കപ്പെടുന്നു. ഗ്രാമ്പുവിന് ആൻറ്റി ഇൻഫ്ലമേറ്ററി, ആൻറ്റി ഓക്സിഡന്റ്, ആൻറ്റി മൈക്രോബയൽ ഗുണങ്ങൾ ഉള്ളതിനാൽ ഇത് ആരോഗ്യത്തിന് പല വിധത്തിൽ സഹായകമാകും. ഇത് ഒരു സൗന്ദര്യ സംരക്ഷണ മാർഗം കൂടിയാണ്. യോനി ഭാഗത്തുണ്ടാകുന്ന ദുർഗന്ധം പല സ്ത്രീകളെയും അലട്ടുന്ന ഒരു പ്രശ്നമാണ്. ഗ്രാമ്പു ചേർത്ത ആവി പിടിക്കുന്നത് ഈ ഭാഗത്തെ ശുചിത്വം നിലനിർത്താനും ദുർഗന്ധം കുറയ്ക്കാനും സഹായിക്കുന്നു. ഇത് അണുബാധകൾ ഉണ്ടാകാനുള്ള സാധ്യതയും കുറയ്ക്കുന്നു. ടെൻഷൻ മൂലമുള്ള തലവേദന, മൈഗ്രെയിൻ എന്നിവയ്ക്ക് ആവി പിടിക്കുന്നത് ആശ്വാസം നൽകും. ഗ്രാമ്പുവിൻ്റെ സുഗന്ധം മനസ്സിനെ ശാന്തമാക്കാനും ടെൻഷൻ കുറയ്ക്കാനും സഹായിക്കുന്നു. ആവി പിടിക്കുമ്പോൾ ഇതിൻ്റെ സുഗന്ധം ശ്വസിക്കുന്നതിലൂടെ ഒരുതരം ഉണർവും ഊർജ്ജസ്വലതയും ലഭിക്കുന്നു. ആവി പിടിക്കുന്നത് ചർമ്മത്തിലെ സുഷിരങ്ങൾ തുറക്കാനും അഴുക്കും മാലിന്യങ്ങളും പുറന്തള്ളാനും സഹായിക്കും. ഇത് ചർമ്മത്തിന് കൂടുതൽ തിളക്കം നൽകുന്നു. ഗ്രാമ്പുവിൻ്റെ ആൻറ്റി മൈക്രോബയൽ ഗുണങ്ങൾ ചർമ്മത്തിലെ അണുബാധകളെയും മുഖക്കുരുവിനെയും തടയാൻ സഹായിച്ചേക്കാം. ഇത് ചർമ്മത്തിന് യുവത്വം നിലനിർത്താനും സഹായകമാകും. ഒരു വലിയ പാത്രത്തിൽ കുറച്ച് ഗ്രാമ്പു എടുക്കുക. ഏകദേശം 15 മുതൽ 20 ഗ്രാമ്പു വരെ മതിയാകും. ഇതിലേക്ക് തിളച്ച വെള്ളം ഒഴിക്കുക. വെള്ളം നന്നായി തിളച്ചതായിരിക്കണം. ഇനി നിങ്ങളുടെ ശരീരത്തിൽ ആവി ഏൽക്കുന്ന വിധത്തിൽ സൗകര്യപ്രദമായ രീതിയിൽ ഇരിക്കാം. ഒരു വലിയ പുതപ്പോ ടവലോ ഉപയോഗിച്ച് നിങ്ങളുടെ ശരീരവും പാത്രവും മുഴുവനായി മൂടുക. ഇത് ആവി പുറത്തേക്ക് പോകാതെ സൂക്ഷിക്കാൻ സഹായിക്കും. ഏകദേശം 10 മുതൽ 15 മിനിറ്റ് വരെ ഇങ്ങനെ ആവി പിടിക്കാവുന്നതാണ്. ആവി തണുക്കുമ്പോൾ ഈ പ്രക്രിയ അവസാനിപ്പിക്കാം. ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ആവി പിടിക്കുമ്പോൾ പൊള്ളലേൽക്കാതെ ശ്രദ്ധിക്കുക. വളരെ ചൂടുള്ള ആവിയിൽ നിന്ന് സുരക്ഷിതമായ അകലം പാലിക്കുക. ഈ രീതി ഒരു ചികിത്സയല്ല, മറിച്ച് ഒരു സൗന്ദര്യ ശുചിത്വ സംരക്ഷണ മാർഗം മാത്രമാണ്. ഗ്രാമ്പു ഉപയോഗിക്കുന്നത് സാധാരണയായി സുരക്ഷിതമാണെങ്കിലും വലിയ അളവിൽ ഉപയോഗിക്കുന്നത് പാർശ്വഫലങ്ങൾ ഉണ്ടാക്കിയേക്കാം. പ്രത്യേകിച്ചും ഗർഭാവസ്ഥയിലും രക്തം കട്ടപിടിക്കുന്നതിന് മരുന്ന് കഴിക്കുന്നവരും ഗ്രാമ്പു ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കണം. എന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങൾക്ക് ഗ്രാമ്പു ഒരു ചികിത്സയായി ഉപയോഗിക്കുന്നതിന് മുൻപ് ഒരു ഡോക്ടറുടെ ഉപദേശം തേടുന്നത് നല്ലതാണ്. ചെറിയ കാര്യങ്ങൾക്കും ജീവിതത്തിൽ വലിയ സ്വാധീനം ചെലുത്താൻ കഴിയും എന്നതിന് ഒരു വലിയ ഉദാഹരണമാണ് ഗ്രാമ്പു. ഇത് വെറുമൊരു സുഗന്ധവ്യഞ്ജനം മാത്രമല്ല, ആരോഗ്യത്തിൻ്റെ കാര്യത്തിൽ നമുക്ക് പ്രകൃതിയിൽ നിന്നും ലഭിച്ചിരിക്കുന്ന ഒരു മികച്ച സമ്മാനം കൂടിയാണ്. അപ്പോൾ അടുത്ത തവണ നിങ്ങൾ ഗ്രാമ്പു കാണുമ്പോൾ അതിൻ്റെ രുചി മാത്രമല്ല, അതിലെ ആരോഗ്യ രഹസ്യങ്ങളെക്കുറിച്ചും ഓർക്കുക. നിങ്ങളുടെ ജീവിതം ആരോഗ്യകരവും ഊർജ്ജസ്വലവുമായിരിക്കട്ടെ. നന്ദി.